ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമാണ്. എങ്കിൽ പോലും അവിടെയുള്ള ഹിന്ദുക്കൾ ഒരിക്കൽ ഭാരതത്തിന്റെ ഭാഗമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അവർ നമ്മുടെ സഹോദരങ്ങളും ബന്ധുക്കളും ഒക്കെയാണ്. ആപത്ഘട്ടത്തിൽ അവരെ സംരക്ഷിക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിന്റെ കൂടി ചുമതലയല്ലേ എന്നാണ് പൊതുവെ ഉയരുന്ന ചോദ്യം. കേൾക്കുമ്പോൾ ന്യായമാണെന്ന് തോന്നും. ജനാധിപത്യ രാജ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളിലൂടെ അട്ടിമറിച്ച് ജമാഅത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക ഭീകര സംഘടന ബംഗ്ലാദേശ് ഇപ്പോൾ ഭരിക്കുകയാണ്. അട്ടിമറിയിലൂടെ അധികാരത്തിൽ വന്ന ഭീകര സംഘടനയ്ക്കെതിരെ സൈനിക നടപടി ന്യായമല്ലേ എന്നും സംശയിക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് ബംഗ്ലാദേശിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല എന്നതാണ് അത്. രാജ്യാന്തര തലത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ഒരു ഗൂഢ നീക്കം കൂടിയാണ് ഇത്. അതിലൊരു കെണി ഒളിച്ചു വെച്ചിട്ടുമുണ്ട്. പ്രകോപിപ്പിച്ച് കെണിയിൽ വീഴ്ത്താനുള്ള ശ്രമം അതിലുണ്ട്. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ ബംഗ്ലാദേശ് അടക്കമുള്ള മേഖലയിലെ ഹിന്ദു സമൂഹത്തിനാകമാനം അത് ദോഷമായി മാറും. ആഗോളതലത്തിൽ ഇന്ത്യ ആർജിക്കുന്ന അംഗീകാരവും മാന്യതയും സ്വാധീനവും തകർക്കുക എന്നതാണ് ആ ഗൂഢ ലക്ഷ്യം. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറുന്നതിന് രാജ്യാന്തര നിബന്ധനകളുമുണ്ടല്ലോ. അത് ലംഘിച്ചാൽ ആഗോളതലത്തിൽ ഭാരതത്തിന്റെ പ്രതിച്ഛായക്ക് കളങ്കമേൽക്കും. അത് പല വൻശക്തികളെയും നമുക്ക് എതിരാക്കും. അതാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ആഗ്രഹിക്കുന്നതും. എല്ലാ ന്യൂനപക്ഷ മതവിഭാഗങ്ങളും ഇന്ന് ബംഗ്ലാദേശിൽ അക്രമത്തിന് ഇരയാക്കുന്നുണ്ട്. ഹിന്ദുക്കളോടൊപ്പം അക്കൂട്ടത്തിൽ ബുദ്ധമതക്കാരും ക്രിസ്ത്യാനികളും ഒക്കെയുണ്ട്. ഇവ രണ്ടും ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒട്ടേറെ രാജ്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. അവരാരും ബംഗ്ലാദേശിലെ ക്രൈസ്തവരെയോ ബൗദ്ധരെയോ രക്ഷിക്കാൻ വേണ്ടി സൈനിക നീക്കം ആരംഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധിക്കണം. എന്നാൽ ഇതേ ന്യായം മാത്രം പറഞ്ഞുകൊണ്ടല്ല ഭാരതം സൈനിക നടപടിക്ക് മുതിരാത്തത്. ബംഗ്ലാദേശിനെ കീഴടക്കാനുള്ള കരുത്ത് ഇന്നത്തെ ഭാരതത്തിന് ഉണ്ട്. ഇന്ത്യൻ സൈനിക ശക്തിക്ക് മുമ്പിൽ ബംഗ്ലാദേശ് ഒന്നുമല്ല. എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വളരെ വലിയ വിഭാഗം ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലാണ് മാർക്കറ്റ് കണ്ടെത്തുന്നത്. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതിയെ താങ്ങി നിർത്തുന്നത് ഒരളവ് വരെ ഇന്ത്യയാണ്. ഇന്ത്യക്കെതിരെ ഇത്രയും പ്രകോപനങ്ങൾ ഉണ്ടാക്കിയിട്ടും ബംഗ്ലാദേശ് സൈന്യം അതിർത്തി കടന്നിട്ടും എന്തുകൊണ്ട് ഭാരതം ബംഗ്ലാദേശിനെ കടന്നാക്രമിക്കുന്നില്ല എന്ന ചോദ്യത്തിന് വ്യക്തമായ 5 കാരണങ്ങളാണ് ഉള്ളത്. ഇന്ത്യ അങ്ങനെ ചെയ്താൽ അത് നമ്മുടെ അയൽ രാജ്യങ്ങളായ മ്യാൻമാർ, ശ്രീലങ്ക, മാലദ്വീപ്, നേപ്പാൾ, ഭൂട്ടാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ വലിയ ഭീതി വിതയ്ക്കുവാൻ ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയാവും ചെയ്യുക. ഭാരതം ബംഗ്ലാദേശിനെ കീഴടക്കിയാൽ ബാക്കി രാജ്യങ്ങളെയൊക്കെ ചൈന തങ്ങളുടെ സഖ്യകക്ഷിയാക്കാൻ സാധ്യതയുണ്ട്. അതായത് ഭാരതം മുൻകൈയെടുത്തുണ്ടാക്കിയ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ എന്നുള്ള അന്താരാഷ്ട്ര സംവിധാനത്തെ തകർക്കാനും ഭാരതത്തിന്റെ സ്ഥാനത്ത് ചൈന കടന്നു വന്ന് സാർക്ക് രാജ്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും അത് വഴി തുറക്കും. ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ ഇക്കാര്യത്തിൽ ചൈന, പാകിസ്ഥാൻ എന്നിവരോട് ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുകയും കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിക തീവ്രവാദികളും ഒരേ ലൈനിൽ വരികയും ചെയ്യും. ഇന്ത്യ തകർക്കാൻ ഇപ്പോൾ തന്നെ വലിയ പ്രൊജക്ടുകളും സമ്പത്തുമായി ഒരുങ്ങിയിരിക്കുന്ന ജോർജ് സോർസസിനെ പോലുള്ളവർക്ക് ഇത് വളരെ അനുകൂലമായ രംഗവേദി ഒരുക്കും. ഒരിക്കൽ അമേരിക്കയുടെ സഖ്യകക്ഷിയിൽ നിന്നുകൊണ്ട് സോവിയറ്റ് യൂണിയനെ എതിർക്കാൻ ഒപ്പമുണ്ടായിരുന്ന ചൈന വീണ്ടും ശക്തി ആർജിച്ച് മുസ്ലിം രാഷ്ട്രങ്ങളോടും യൂറോപ്യൻ രാജ്യങ്ങളോടും സഖ്യമുണ്ടാക്കി ഒരു മുന്നണി രൂപീകരിക്കാനും ഇത് വഴിയൊരുക്കും. മറ്റൊരു കാര്യം, ബംഗ്ലാദേശിൽ ഇന്ത്യ സൈന്യത്തെ അയച്ചാൽ ലോകത്ത് ഹിന്ദുക്കൾ താമസിക്കുന്ന ഏത് രാജ്യത്തേക്കും എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ത്യ സൈന്യത്തെ അയക്കണമെന്ന് ആവശ്യം ഉയരുകയും ചെയ്യും. ഏതൊരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന്റെയും അതിർത്തിക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തിന്റെ പേരിലായിരുന്നാലും അതത് രാജ്യത്തിന്റെ നിയമത്തിനും അധികാരത്തിനും മുന്നിൽ നിന്നുകൊണ്ട് പരിഹരിക്കുന്നതാണ് ശാശ്വതമായിട്ട് ഉള്ളത്. താൽക്കാലികമാണെങ്കിലും ആ രാജ്യം ഭരിക്കുന്നത് തീവ്രവാദികളോ ജനാധിപത്യം അട്ടിമറിച്ച മറ്റ് തീവ്രവാദ സംവിധാനങ്ങളോ ആണെങ്കിൽ പോലും രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ളിലേക്ക് മറ്റൊരു രാജ്യം കടന്നു ചെല്ലുമ്പോൾ ചിത്രം ആകെപ്പാടെ മാറുകയും കടന്നു ചെന്ന രാജ്യം സാമ്രാജ്യത്വ ശക്തിയായും അധിനിവേശ ശക്തിയായും ചിത്രീകരിക്കപ്പെടുകയും ചെയ്യും. അന്താരാഷ്ട്ര ശാക്തിക ചേരികളിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുകയും പുറത്തുനിന്ന് കടന്നു വന്ന രാജ്യത്തിനെതിരെ പുതിയ ശാക്തിക ചേരികൾ രൂപീകരിക്കപ്പെടുകയും ചെയ്യാൻ ഇത് വഴിയൊരുക്കും. ഭാരതം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യവുമാണ്. ആഗോളതലത്തിൽ വൻശക്തി രാഷ്ട്രങ്ങളെ അതിവേഗം പിന്നിലാക്കി മുന്നോട്ട് കുതിക്കുന്ന സാമ്പത്തിക സൈനിക ശക്തി കൂടിയാണ് ഇന്ന് ഭാരതം. ഈ അവസരത്തിൽ ഭാരതത്തെ രാജ്യാന്തര തലത്തിൽ ദുർബലപ്പെടുത്തുന്ന ഏതു നീക്കവും താൽക്കാലിക നേട്ടമുണ്ടാക്കുമെങ്കിലും ദീർഘകാലയളവിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതും സാമ്പത്തിക സൈനിക പുരോഗതികളെ അട്ടിമറിക്കുന്നതും ആവാൻ ഇടയുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഭ്യന്തരമായി തന്നെ ഉണ്ടായെങ്കിലേ ദീർഘകാല സമാധാന കരാറിലേക്കും നിയമപരമായ പരിഹാരത്തിലേക്കും അത് എത്തുകയുള്ളൂ. തീവ്രവാദികളാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആ രാജ്യത്തെ ജനതയും ഭരണകൂടവും തിരിച്ചറിയുകയും ശാശ്വത സമാധാനത്തിന് ഇത്തരം ശക്തികളെ ഒഴിവാക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണെന്നും തദ്ദേശ ജനത മനസ്സിലാക്കുകയും വേണം. ഇപ്പോഴത്തെ അന്താരാഷ്ട്ര സാഹചര്യത്തിൽ UN രക്ഷാസമിതിയിൽ ഭാരതത്തിന്റെ സ്ഥിരാംഗത്വത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങൾ വാദിക്കുന്ന അനുകൂല സാഹചര്യമാണ് ഉള്ളത്. അതിന് അടിസ്ഥാനപരമായ പല കാരണങ്ങളും ഉണ്ട്. ലോകരംഗത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവും എന്നാൽ നീതിയുക്തവുമായ നിലപാടുകൾ എടുക്കുന്നതിൽ മാത്രമല്ല, പല ശത്രുരാജ്യങ്ങൾക്കിടയിലും മധ്യസ്ഥത നിർവഹിക്കുന്നതിനും
ഇന്ന് ഇന്ത്യയുടെ ശബ്ദത്തിന് വളരെയേറെ സ്വീകാര്യതയുണ്ട്. അന്താരാഷ്ട്ര രംഗത്ത് അമേരിക്കയും റഷ്യയും ചൈനയും ബ്രിട്ടനുമൊക്കെ നേടിയെടുത്ത ആ വലിയ സ്ഥാനത്താണ് ഇന്ന് ഭാരതവും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ ഇടപെടുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ എല്ലാ അനുകൂല സാഹചര്യങ്ങളും നഷ്ടപ്പെടും. ദീർഘകാലാടിസ്ഥാനത്തിൽ ശക്തവും സ്വാധീനശേഷിയുള്ളതും ലോക നേതൃത്വം അംഗീകരിക്കുന്നതുമായ സുശക്തമായ ഭാരതത്തിന്റെ സാധ്യത ഇതോടെ നഷ്ടമാവാൻ സാധ്യതയുണ്ട്. അത് ബംഗ്ലാദേശിലടക്കം ആഗോളതലത്തിലുള്ള ഇന്ത്യൻ വംശജരുടെ സുരക്ഷയായിരിക്കും ബാധിക്കുക. രാജ്യാന്തര ഭീകര സംഘടനകൾ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മനുഷ്യൻ മീഡിയ.